ഒരു 30 ദിവസം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കർക്കിടക മാസം, ഇന്ന് നമ്മുടെ കർക്കിടകം 1 അല്ലേ. ഈ ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും മുടി നന്നായിട്ട് വളരും. പുതിയ മുടി കിളിർത്ത് വരാനും മുടീൻ്റെ ഒരുവിധം പ്രശ്നം, മുടി കൊഴിച്ചിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെ കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നിങ്ങളുടെ മുടിയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ഭാഗത്തും നമ്മുടെ തലയൊട്ടിയിൽ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഇങ്ങനെ മുടി ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഒലിച്ച് വരുമൊന്നുമില്ല കേട്ടോ. ആ ഒരു ടെൻഷനൊന്നും വേണ്ട. പിന്നെ പലർക്കും ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മുടിയിൽ നനഞ്ഞു നിൽക്കൂല, അങ്ങനത്തെ ഒന്നുമില്ല. കാരണം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നമൊന്നും വരില്ല. ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുടി ഇങ്ങനെ വിടർത്തി ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്യുമ്പോൾ ശരിക്കും അത് ഉണങ്ങി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മുടി കണ്ടോ, അവിടെ എവിടെയും നനവൊന്നുമില്ല. അപ്പം അതൊരു ഇച്ചിരി നേരം ഉണ്ടാവുമ്പോഴേക്ക് ശരിക്കും ഉണങ്ങി വരും ചെയ്യും. അപ്പം എല്ലാ ഭാഗത്തും നല്ലതുപോലെ മുടിയൊക്കെ മുന്നിലേക്ക് ഇട്ടിട്ട് ബാക്കിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പം നെറ്റി കയറി നിൽക്കുന്ന മുടി കുറവൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ മുടി പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിൽ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്, ഞാൻ ചെയ്തു, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ റോസ്മേരിയാണ്. ഞാൻ കുറച്ച് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിൽ ഒത്തിരി ആളുകൾ വന്ന് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ റോസ്മേരി എങ്ങനെ ഉപയോഗിക്കുന്ന, അപ്പം ഞാൻ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണോ, ഇത് ഫ്രിഡ്ജിൽ വെക്കണോ? അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഏകദേശം ഒരു പിടി അല്ലെങ്കിൽ 1 സ്പൂണ് റോസ്മേരി എടുക്കുക. എന്നിട്ട് 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ആയാലും മതി. അപ്പോൾ ഇത്ര കറക്റ്റായിട്ടുള്ള അളവ് അങ്ങനെയൊന്നും എടുക്കണം എന്നൊന്നും, കാരണം ഇതിപ്പോൾ ഏറിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഏകദേശം ഒരു വലിയ ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കറിവേപ്പിൻ്റെ ഇലയാണെങ്കിൽ മുടിക്ക് കറുപ്പ് കളർ കിട്ടാനും മുടി വളരാനും മുടിക്ക് ഇപ്പം മുടി കൊഴിച്ചിൽ മാറാനും അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ കറിവേപ്പിൻ്റെ ഇലയ്ക്കുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെട്ടി അങ്ങനെ തിളയ്ക്കൊന്നും വേണ്ട. ഇതുപോലെ ഇങ്ങനെ ചെറു ചൂടിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പം ആ ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ആവുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ചിങ്ങനെ. അപ്പോൾ അതിനൊരു സ്മെല്ല് വരും. നമ്മുടെ ആ റോസ്മേരിക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. ആ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ല് ഇങ്ങനെ ചെറുതായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇല്ലെങ്കിൽ പ്രശ്നമില്ല, റോസ്മേരി മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കുമ്പോൾ നല്ലതാണ്, മുടി ഫാസ്റ്റിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഉള്ളീൻ്റെ സ്മെല്ല് പലർക്കും അത്ര പറ്റില്ല. അപ്പം കറിവേപ്പിൻ്റെ ഇല പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതിലേക്ക് ചേരുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ ചെറു ചൂടിൽ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം, മട്ടൊക്കെ ഒന്ന് മാറ്റി അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും, അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് മാറണം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഭയങ്കര യെല്ലോ കളറായിട്ട് നിൽക്കുന്നത്. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴേക്കും മാറും കേട്ടോ. എന്നിട്ട് നല്ലൊരു ഭയങ്കരമായിട്ടൊരു നല്ല കട്ടൻ ചായ ഉണ്ടല്ലോ, നമ്മൾ കടുപ്പത്തിലെടുക്കണ ആ ഒരു കളറാവും കേട്ടോ. കുറച്ചൊരു ബ്ലാക്ക് പോലെ, ഇങ്ങനെ ഓവർ ബ്ലാക്ക് അല്ല, കുറച്ച് നല്ലൊരു കട്ടൻ ചായേൻ്റെ കളറാവേ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും നമ്മുടെ ഈ ഒരു റോസ്മേരിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ വരും. കുറച്ച് കഴിഞ്ഞാൽ അത് മാറി. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ചൂടൊക്കെ മാറിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. അപ്പം ഇതേപോലെ കറക്റ്റായിട്ട് നിങ്ങളുടെ മുടി ഒന്ന് കെട്ടൊക്കെ ഒന്ന് മാറി, രാത്രി കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ 1/2 മണിക്കൂർ മുന്നേ വേണം കേട്ടോ ചെയ്യാൻ. മുടിയിൽ കെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി മുടിയൊക്കെ ഒന്ന് ചീവി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫാസ്റ്റിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ശരിക്കും മുടിയായിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളം ചേരും. അല്ലാതെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഒലിച്ചൊക്കെ വരും. അപ്പം ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. അപ്പം ഇത് കണ്ടോ, എൻ്റെ മുടിയിൽ ശരിക്കും അത് നിൽക്കുന്നുണ്ട്
കേട്ടോ. ഒന്നാണ് മസാജ് ചെയ്യാൻ, നമുക്ക് കൈകി കളയോ ഒന്നും വേണ്ട. ഇത് വാരി പിടിച്ച് മുടി കെട്ടി കിടന്നുറങ്ങിയാൽ മതി കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് കട്ടിലിന്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്യുക. കർക്കിടക മാസം വെറുതെ ചുമ്മാ കളയണ്ട, മുടി അങ്ങ് വളർത്തിയെടുത്തോളൂ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.